നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ടെർപോളിൻ, പടുത, ടർപ്പായ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൾട്ടി ലെയർ ക്രോസ് ലാമിനേറ്റഡ് ടെർപോളിനെ കുറിച്ചാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായോ നിർമ്മാണ ആവശ്യങ്ങൾക്കായോ മഴ, വെയിൽ എന്നിവയിൽ നിന്നും സംരക്ഷണത്തിനായിട്ടാണ് പൊതുവെ ടെർപോളിനുകൾ ഉപയോഗിക്കുന്നതെങ്കിലും പടുതാക്കുളം, ചരക്ക് വാഹനങ്ങളിലെ ഉപയോഗം എന്നിങ്ങനെ മറ്റനവധി ഉപയോഗങ്ങളും ടെർപോളിനുകൾക്കുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വകഭേദമായ LDPE എന്ന മെറ്റീരിയലാണ് ടെർപോളിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ LDPE ഗ്രാന്യൂൾസ് ഉരുക്കുകയും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ബ്ലോവറുകൾ ഉപയോഗിച്ച് ഫിലിമുകളാക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പന്നത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു നിശ്ചിത എണ്ണം ഫിലിം ലെയറുകൾ അതിൻ്റെ കനത്തിനനുസരിച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ യോജിപ്പിക്കുന്ന പ്രോസസ്സ് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഇതിലാദ്യത്തേത് മൾട്ടി ലെയറിംഗ് പ്രോസസ്സും രണ്ടാമത്തേത് ക്രോസ് മൾട്ടി ലെയറിംഗ് പ്രോസസ്സുമാണ്. മൾട്ടി ലെയറിംഗ് പ്രോസസ്സിൽ ഫിലിമുകളെ സമാന്തരമായും ക്രോസ് മൾട്ടി ലെയറിംഗിൽ ഫിലിമുകളെ ക്രോസ് ആയുമാണ് യോജിപ്പിക്കുന്നത്. ക്രോസ് ലാമിനേഷൻ പ്രോസസ്സിലൂടെ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ടെർപോളിനുകൾക്ക് മൾട്ടി ലെയർ രീതിയിൽ നിർമ്മിക്കുന്ന ടെർപോളിനേക്കാൾ ഗുണമേന്മയും ബലവും കൂടുതലായിരിക്കും. ലെയറിങ്ങിന് ശേഷം 6 അടി, 9 അടി എന്നീ വീതിയിലുള്ള റോളുകൾ നിർമ്മിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ റോളുകൾ ഉപയോഗിച്ച് തെർമൽ വെൽഡിംഗ് എന്ന പ്രോസസ്സിലൂടെ വിവിധ അളവുകളിലുള്ള ടെർപോളിൻ നിർമ്മിക്കുന്നു. സാധാരണയായി 3ന്റെ ഗുണിതങ്ങളിൽ അടിക്കണക്കിലായിട്ടാണ് ടെർപോളിൻ സൈസസ് വരുന്നത്. 6 അഥവാ 6 അടി നീളം 6 അടി വീതി, 9 അഥവാ 9 അടി നീളം 6 അടി വീതി, 9 അഥവാ 9 അടി നീളം 9 അടി വീതി എന്നിങ്ങനെ സ്റ്റാൻഡേർഡ് സൈസുകളിലും ഉപഭോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് സൈസുകളിലും ടെർപോളിൻ ലഭിക്കുന്നതാണ്. അടുത്ത ഘട്ടത്തിൽ വലിച്ചു കെട്ടുന്നതിനായി ടെർപോളിന്റെ വശങ്ങളിലും മൂലകളിലും ഓരോ മീറ്റർ ഇടവിട്ട് ബക്കിൾ അഥവാ ഐലറ്റ് ഘടിപ്പിക്കുന്നു. അതിനുശേഷം ഇത്തരത്തിൽ നിർമ്മിച്ച ടെർപോളിനുകൾ അവസാന ഘട്ടമായ പാക്കിങ്ങിലേക്ക് പോകുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ടെർപോളിനെ കുറിച്ച് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ്. അതിലാദ്യത്തേത് ടെർപോളിൻ്റെ കനം അഥവാ GSM ആണ്. 35, 70, 90, 120, 150, 200, 250 എന്നീ GSMകളിൽ ടെർപോളിൻ ലഭ്യമാണ്. GSM എന്നത് ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് 70 GSM ടെർപോളിൻ്റെ ഒരു സ്ക്വയർ മീറ്റർ വെയിറ്റ് നോക്കിയാൽ 70 ഗ്രാം ഉണ്ടായിരിക്കും. ടെർപോളിനുകൾ നീല, ബ്ലാക്ക് സിൽവർ, നാച്ചുറൽ, യെല്ലോ, ഒലീവ് ഗ്രീൻ, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ ലഭ്യമാണ്. ടെർപോളിൻ ബ്രാൻഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സിൽപോളിൻ, ബിപോളിൻ, നെക്സ്, ടെക്പോളിൻ, ഷാലിമാർ, ഇക്കോപോളിൻ, റോയൽ പോളിൻ എന്നിങ്ങനെ നിരവധി ബ്രാൻഡുകൾ കാണാവുന്നതാണ്. ടെർപോളിൻ എന്ന പ്രോഡക്റ്റിൻ്റെ ആവശ്യകത കൂടുതലായി വരുന്നത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ്. നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഭൂരിഭാഗം ടെർപോളിനുകളും കട്ട് സൈസുകളായാണ് വരുന്നത്. അതായത് നിങ്ങൾ 12/9 ഒരു ടെർപോളിൻ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ജോയിൻറ്റ് സീലിംഗ്, അരികുകളിലെ സീലിംഗ് എന്നിവയാൽ നഷ്ടപ്പെടുന്ന അളവ് കുറഞ്ഞ് ഏകദേശം 11/8 അളവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.